ഇപ്പോൾ വി വസീഫ് നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ചേരുകയാണ്. വസീഫ്, ഒരു ബാനർ അഴിപ്പിച്ചതോടുകൂടി SFIയുടെ എല്ലാ പ്രതിഷേധവും തീർന്നു. SFIയുടെ പ്രതിഷേധം ആർഷോ പറയും. തീർച്ചയായിട്ടും അങ്ങനെ തീരുന്ന ഒരു പ്രതിഷേധത്തിനല്ലല്ലോ SFI നേതൃത്വം കൊടുക്കുക. SFI ഉയർത്തുന്ന മുദ്രാവാക്യം ഈ നാട് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഈ നാട് ആവശ്യപ്പെടുന്ന, നാട് ആഗ്രഹിക്കുന്ന മുദ്രാവാക്യമാണ്. കേരളത്തിലെ കലാലയങ്ങൾ RSSന് കടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരിക്കലും, ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരിക്കലും കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റുകളിലേക്ക്, സിൻഡിക്കേറ്റിലേക്ക് RSSകാർക്ക് കടന്നു വരാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ UDF പ്രതിനിധികൾ ഉണ്ടാവാം, LDF പ്രതിനിധികൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ RSS ഉണ്ടാവില്ല. കാരണം കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് RSS മുക്ത മണ്ണാണ്. ഇവിടെ വർഗീയതയ്ക്ക് ഇടമില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന നാടാണ് ഈ കേരളം. മലയാളികളെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫിലിം ഫെസ്റ്റിവലിൽ പ്രിയങ്കരനായ നടൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന നാടല്ല. ആ വർഗീയതയ്ക്ക് കുടപിടിക്കാത്ത നാടിനകത്തേക്ക് RSSകാരെ സർവകലാശാലകളിൽ കയറ്റിയിരുത്തി വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താം എന്നുള്ള പ്രതീക്ഷയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഇവിടെ നിർഭാഗ്യവശാൽ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഈ നിർഭാഗ്യവശാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ RSSന്റെ നോമിനിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനികളായി 9:4:3 എന്ന റേഷ്യോയിൽ കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് UDF പ്രതിനിധികൾ വന്നു എന്നതാണ്. 9 BJP പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തപ്പോൾ 4 കോൺഗ്രസ് പ്രതിനിധികളും 3 മുസ്ലിം ലീഗ് പ്രതിനിധികളും കാലിക്കറ്റ് സർവകലാശാലക്കകത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിൽ RSS രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന ഈ ചാൻസലർ, ആ ചാൻസലറുടെ നോമിനികളായി ഈ കോൺഗ്രസും ലീഗും എങ്ങനെ വന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമയം കേരളം വളരെ നന്ദിയുണ്ട് ഈ അവസാന നിമിഷത്തിൽ വിളിച്ചപ്പോൾ പ്രതികരിച്ചതിന്.